ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എനിക്ക് ഒരു പൊടി വെയ്യാതാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോഴും പനിയൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് അടിച്ച് കമൻ്റൊക്കെ ചെയ്തുകൊണ്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. ഞായറാഴ്ച എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് താമസിച്ചാണ് എണീറ്റത്. മക്കൾക്ക് 10 മണിക്ക് പള്ളിയിൽ പോകണം. ഏകദേശം ഇപ്പോൾ 8:30 ആയിട്ടുണ്ട്. രാവിലെ എണീറ്റ് പിന്നെ അങ്ങ് ചോറ്റിനുള്ള വെള്ളവും വെച്ച് കാപ്പിയും കൂടെ അങ്ങ് ഇടാന്ന് വിചാരിച്ചു കേട്ടോ. ഞാനാണെങ്കിൽ അടുക്കളയിൽ നിൽക്കുന്ന സമയം കൊണ്ട് കിച്ചൂട്ടനും വിച്ചൂട്ടനും ഒക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. തുമ്പയെ ഞാൻ പോയി വേണം കേട്ടോ വിളിക്കാനായിട്ട്. അവന്മാരുടെ കാര്യങ്ങൾ നോക്കും കേട്ടോ. തുമ്പയുടെ അടുത്ത് എത്ര പറഞ്ഞാലും ഒന്നും ചെയ്യില്ല. ഞാൻ തന്നെ ചെല്ലണേ. സാധാരണ തലേന്ന് രാത്രിയിലാണ് കേട്ടോ ഞാൻ ചോറ് ഇറക്കി അങ്ങ് വെക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ വയ്യാത്തോണ്ട് ഇതൊന്നും എനിക്ക് ഓർമ്മയേ ഇല്ലായിരുന്നു. അപ്പൊ അടുക്കളയിൽ വന്ന് രണ്ടെണ്ണവും കൂടെ ഇങ്ങനെ ഡാവി നിൽക്കുക കേട്ടോ. ഇന്ന് പള്ളിയിൽ പോണോ വേണ്ടയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആൾക്ക് കളിക്കാൻ പോകുന്ന ഏറ്റവും വലിയ താല്പര്യം. നമ്മളൊന്നും സെറ്റ് ചക്ക പറഞ്ഞ എനിക്ക് കമ്പ്യൂട്ടർ കിടന്നിട്ടായിരുന്നു. അതൊന്നും തന്നില്ലേ, പേര് എഴുതിയില്ലായിരുന്നോ നീ? നേരെ അങ്ങ് വെളിയിലോട്ട് പോയിരുന്ന് ഇച്ചിരി നേരം കാപ്പിയൊക്കെ കുടിച്ചിട്ടോ. നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു, എങ്കിൽ വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുറച്ചു നേരമൊക്കെ ഇരിക്കുമ്പോഴത്തേക്കൊന്ന് ഉഷാറാവുമല്ലോ എന്ന് വിചാരിച്ചേ. കാപ്പിയൊന്നും ഉണ്ടാക്കുന്നില്ല. കാപ്പിയൊക്കെ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരു പൊടി വയ്യ. ആ തറയിലൊക്കെ ഞങ്ങളുടെ കാരക്കയൊക്കെ വീണിട്ടുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ അങ്ങ് നുള്ളിപ്പറക്കിക്കൊണ്ട് വെക്കും. കുറേയൊക്കെ അങ്ങ് ഉപ്പിലോട്ട് എടുത്തിട്ട് വെച്ചിട്ടുണ്ടേ. പിന്നെ തുമ്പിക്ക് കാപ്പിയൊക്കെ കൊടുത്തതിന് ശേഷം ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ഫർദയൊക്കെ ഇട്ട് കൊടുത്ത് തലയൊക്കെ ഒന്ന് വാരി കെട്ടി വെക്കുമ്പോഴത്തേക്കും വരും. വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പെട്ടെന്ന് ഒരുക്കി നിർത്ത് കാപ്പിയൊക്കെ കുടിച്ചിട്ട് അങ്ങ് പള്ളിയിലോട്ട് വിടാമല്ലോ എന്ന്. അപ്പോൾ കുറച്ചു നേരം ഇരുന്ന് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഇക്കക്കന്മാരെ അടിച്ചെന്ന്. ഇവളും ഒട്ടും മോശമല്ല കേട്ടോ. കാപ്പിയൊക്കെ കൊണ്ടുവന്ന് പത്തിരിയും സാമ്പാറും ചമ്മന്തിയാണേ. ആദ്യം അങ്ങ് മക്കൾക്കൊക്കെ അങ്ങ് കൊടുത്ത് അതിന് ശേഷം ഞാനിരുന്ന് കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചേട്ടോ. പിച്ചു അങ്ങ് പോവാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞെങ്കിൽ മോൻ പൊയ്ക്കോ, ഞാൻ കൊണ്ടാക്കാം. ഇന്ന് കിച്ചൂട്ടൻ പോകുന്നില്ല കേട്ടോ പള്ളിയിൽ. കിച്ചുവിന് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ കൂടെ പള്ളിയിലോട്ട് കൊണ്ടാക്കാൻ വരാൻ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുമ്പിയാണെങ്കിൽ എപ്പോഴും അങ്ങ് ഓട്ടമാണ് കേട്ടോ. ആ വഴി അങ്ങ് കയറുന്ന കേട്ടോ പള്ളി. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ. എൻ്റെ അടുത്ത് സലാമൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ തന്നിട്ട് മോളങ്ങ് കയറിപ്പോയി കേട്ടോ. പിന്നെ നേരെ ഞാൻ വീട്ടിലോട്ട് വന്ന് അടുക്കളപ്പണി അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളായിരുന്നേ. ഇരുമ്പിന്റെ മൂർച്ചയില്ലായിരുന്നു, അതൊന്ന് മൂർച്ച വരുത്തി വെച്ച് രാവി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും നല്ല വൃത്തിയായിട്ട് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഭയങ്കര പാടാ. എപ്പോ ഇങ്ങനെ പിച്ചാത്തി രാവിയാലും എന്റെ കൈ മുറിയും. അല്ലെങ്കിൽ പിച്ചാത്തി എടുക്കുമ്പോൾ എപ്പോഴെങ്കിലും തന്നെ എന്റെ കൈ ഭാഗത്ത് അത്രയും ഇങ്ങനെ വരയായിരിക്കും, മുറിഞ്ഞിരിക്കും. കയറിട്ട് ചെയ്യാനും എനിക്ക് ബുദ്ധിമുട്ടാട്ടോ. ഇന്ന് പ്രത്യേകിച്ചൊന്നും വെക്കുന്നില്ല കേട്ടോ. ഒരു തോരൻ മാത്രമേ വെക്കുന്നുള്ളൂ. കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി തോരൻ ഉണ്ടെങ്കിൽ എനിക്ക് അത് മതി കേട്ടോ. എനിക്കെന്നല്ല വിച്ചൂട്ടനും കിച്ചൂട്ടനും തുമ്പിക്കും ഒക്കെ അത് മതി. അങ്ങനെ ഇന്നത് വേണമെന്നും പറഞ്ഞത് നിർബന്ധം പിടിക്കത്തില്ല. പിന്നെ കറി വെക്കുമ്പോഴത്തേക്ക് കുറച്ച് പുളിമുളം വേണമെന്ന് മാത്രമേ ഉള്ളേ. തോരൻ വെക്കാൻ വേണ്ടി തോരനല്ല കേട്ടോ, വിഴുക്കാണേത്. വിഴുക്ക് വെക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ച് ഇതങ്ങോട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. മൂപ്പിച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളകും പിന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ, ഇത് മാത്രം മതി കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചാൽ മതി. ഞാൻ മുളക് പൊടിയൊന്നും ഇടാറില്ല. ഈ കുരുമുളകിന്റെ ഫ്ലേവർ തന്നെയാണ് കേട്ടോ അടിപൊളി. ഇന്നലെ ഞാൻ പൊരിച്ച മീനും പിന്നെ ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇഞ്ചിക്കറി ഇരിപ്പുണ്ട്. അപ്പൊ മീൻ പൊരിച്ചതൊന്ന് ചൂടാക്കണം, ഇഞ്ചിക്കറി ഒന്ന് പറ്റിച്ചെടുക്കണം. പിന്നെ തോരനുണ്ട്. ഉച്ചക്കലത്തേക്ക് നമുക്ക് അത് തന്നെ ധാരാളം. പിന്നെ ഞങ്ങൾ വൈകിട്ട് പോയി മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് വൈകിട്ടാണ് കേട്ടോ ബാക്കി പാചകങ്ങളൊക്കെ. തോരൻ താണ്ടേ ഞാൻ തോരനകത്ത് എന്തൊക്കെ ഇരുന്ന് കാണിക്കും. തോരനല്ല, എണ്ണയ്ക്കകത്തൊന്ന് വയറ്റി എടുക്കുകയാണ്. അതൊന്ന് കാണിച്ചു തരാം.
അങ്ങനെ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചിരുന്നു കേട്ടോ. ഇക്കാക്ക് ചോറാണ് കേട്ടോ കൊടുത്തത്. ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഒരു സൈക്കിൾ എടുത്ത് അതിനെ കഴുകി വൃത്തിയാക്കുവാണ് 3 പേരും കൂടെ ചേർന്ന്. തുമ്പിയാണെങ്കിൽ വീട്ടിൽ ഉടുപ്പൊന്നും ഇടത്തില്ല കേട്ടോ, ഒരു നിക്കർ ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കും. സൈക്കിളാണെങ്കിൽ ഏകദേശം ഒരു 2-3 വർഷമായിട്ടോ മേടിച്ചിട്ട്. മേടിക്കുന്ന സമയത്ത് എൻ്റെ കിച്ചൂട്ടിന് അത് കാലെത്തത്തില്ലായിരുന്നു കേട്ടോ. എൻ്റെ വിച്ചുമായിരുന്നു കുറച്ചെങ്കിലും അത് ചവിട്ടിയത്. പിന്നെ അതങ്ങ് അകത്തെടുത്ത് വെച്ചായിരുന്നു. അതിൻ്റെ ഹാൻഡിലൊക്കെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞ്. പിന്നെ അതെല്ലാം അവർ കഴുകി വൃത്തിയാക്കി എടുത്ത് കളിക്കാതിരിക്കും. അതിന് ടയർ ഇക്ക കൊണ്ടുവന്ന് ശരിയാക്കാന്ന് പറഞ്ഞേ. ഞാൻ നോക്കുമ്പോൾ ഉണ്ട് വാപ്പയുടെ വണ്ടിക്കകത്ത് കയറിയിരുന്ന് വാപ്പയുടെ ഫോൺ അതിനകത്ത് ഇരുന്നേ അതും എടുത്ത് വെച്ചിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ എൻ്റെ കിച്ചൂട്ടിട്ടുണ്ട് ഒരു ചരുവൊക്കെ ഒന്ന് തേച്ച് കഴുകി എടുക്കുന്നു. ഞാൻ വിചാരിച്ചത് എന്തിനാണെന്ന് അറിയാൻ വയ്യ. ഞാൻ തുണിയൊക്കെ കഴുകുന്ന ചരുവ കേട്ടോ. നോക്കുമ്പോൾ ഉണ്ട് അതിനകത്ത് വെള്ളം നിറച്ച് കയറി ഇരുന്ന് കുളിക്കുന്നു 2 എണ്ണവും കൂടെ. മൂത്തവനാണെങ്കിൽ ആദ്യം പതിനൊക്കെ നിന്നേ. ഞാൻ കായും കൂടെ ഒന്ന് പുറത്തോട്ട് പോവാട്ടോ. തുമ്പിയുണ്ട്, കായുണ്ട്, ഞാനും ഉണ്ട്. പോയിട്ട് വന്ന് കാണിക്കാം എവിടാ പോന്നേന്നൊക്കെ. ഒരു വഴിക്ക് ഇറങ്ങുമല്ലേ, വണ്ടിയിലേക്ക് ഒന്ന് പെട്രോൾ ഇല്ലെങ്കിൽ വഴി കിടക്കേണ്ടി വരത്തില്ലേ. അങ്ങനെ ഇക്കായും ഞങ്ങളൊക്കെ ആദ്യം പോയി അങ്ങ് പെട്രോൾ അടിച്ചു കേട്ടോ. റോട്ടിലൊന്നും ആരുമില്ല. കാരണം എന്ന് വെച്ചാൽ ഞായറാഴ്ച ഒട്ടും തിരക്കില്ലെന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്നും പോകാനേ പറ്റത്തില്ല കേട്ടോ, ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ അതാ ഞങ്ങളുടെ കൊല്ലം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2 വർഷത്തിനുള്ളിൽ അടിപൊളി ഒരു റോഡാവും ഞങ്ങളവിടെ. കാരണം എന്ന് വെച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒറ്റ റോഡാവും കേട്ടോ പറയുന്നത്. എൻ്റെ ഹെൽമെറ്റ് ഇരിക്കുന്ന കണ്ടില്ലേ, വിച്ചുവും കിച്ചുവും കൂടെ എടുത്ത് പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ ആശുപത്രിയിലാണ് എൻ്റെ മൂത്ത മോനെ ഞാൻ പ്രസവിച്ചത്. എപ്പോൾ പോയാലും ഈ ആശുപത്രികളിലൊക്കെ ഇങ്ങനെ കണ്ടുപോയില്ലേ. നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും സംഭവിച്ച സ്ഥലം എത്തുമ്പോഴത്തേക്കും അങ്ങനെ തന്നെ നമ്മൾ ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. തുമ്പി ഇക്കായി മുമ്പേ അങ്ങ് കയറിപ്പോയി. പിന്നെ തുമ്പിയുടെ കാര്യം അറിയാലോ, എവിടെ ചെന്നാലും ഓടി ചാടി അങ്ങ് നിന്നോളൂ ആള്. എല്ലായിടത്തും നല്ല അണക്ക് കൂട്ടാം. ഒരുപാട് ഫ്രോക്കൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾക്കൊന്നും അല്ല ഡ്രസ്സ് എടുക്കാൻ പോയത്, ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണേ. തുമ്പിക്ക് അതങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടെ, എനിക്കും ഇഷ്ടപ്പെട്ട്. പിന്നീട് വന്ന് മേടിക്കാമെന്നാണ് ഇക്ക പറഞ്ഞത്. പനിയായിട്ട് ഒരുപാട് വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. ഒരുപാടൊന്നും വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത്. അധികം താമസമൊന്നും വന്നില്ല കേട്ടോ. വന്ന കാര്യം നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. മക്കളൊക്കെ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നത്. അത് ഞങ്ങൾ അവിടുത്തെ ഉള്ളൊരു പള്ളിയാണ് കേട്ടോ. എന്ത് ഭംഗിയുണ്ട് പള്ളി കാണാൻ. വ്യാഴാഴ്ച ഓറൊക്കെ മുമ്പ് ഇവിടെ വരുമായിരുന്നു. കുറേ നാളെ ഇതൊക്കെ